ധനവാനും ലാസറും ഭൂമിയിൽ വാണു. മരണത്തിൻ നാളുകൾ അവരെയും തേടിയെത്തി. സ്വർഗീയ ദൂതന്മാർ ലാസറെ കൊണ്ടുപോയി. അവൻ അബ്രാഹാം തൻ മടിയിൽ ആശ്വാസമണഞ്ഞു. ധനവാനും ലാസറും ഭൂമിയിൽ വാണു. മരണത്തിൻ നാളുകൾ അവരെയും തേടിയെത്തി. സ്വർഗീയ ദൂതന്മാർ ലാസറെ കൊണ്ടുപോയി. അവൻ അബ്രാഹാം തൻ മടിയിൽ ആശ്വാസമണഞ്ഞു. പട്ടിലും പകിട്ടിലും ധനവാൻ വാണു. നിത്യവും ആഡംബരത്തിൽ സുഖിച്ചു പുളച്ചു. പടിവാതിൽക്കൽ കിടന്നോരു ലാസറോട് കരുണ കാണിക്കുവാൻ ആർദ്രതയില്ലാതെ തൻ മാനസം മാറി. ധനവാന്റെ മേശയിൽ നിന്നു വീഴും അപ്പകഷ്ണങ്ങൾക്കായി ലാസർ കാത്തിരുന്നു. നായ്ക്കൾ വന്നവന്റെ വ്രണങ്ങൾ നക്കി. കഷ്ടതയേറ്റവൻ മണ്ണിൽ മറഞ്ഞു. ധനവാനും മൃതിയടഞ്ഞു പാതാളമെത്തി. നരകാഗ്നിജ്വാലയിൽ അവൻ വെന്തുരുകി വിലപിച്ചു. അബ്രാഹാം പിതാവേ, കരുണ ഉണ്ടാവണമേ. ലാസറെ അയച്ചൊരിറ്റു വെള്ളം തരണമേ. അബ്രഹാം അവനോട്, ഭൂമിയിൽ സുഖമെല്ലാം നീ നുകർന്നല്ലോ. ലാസറോ സഹനത്തിൽ ഭാരവും ചുമന്നു. ഇവിടെ അക്കരെ ഇക്കരെ പോകാൻ കഴിയില്ല. നമ്മൾക്ക് ഇടയിലായി വൻഗർത്തമുണ്ടല്ലോ. ധനവാൻ വീണ്ടും ഒഴിഞ്ഞത് തന്റെ സഹോദരരഞ്ചു പേർ ഭൂമിയിലുണ്ടേ. ഈ തീ പൊയ്കയിൽ അവരും വരാതിപ്പാൻ തന്റെ സാക്ഷ്യം പറയുവാൻ ലാസറെ അയക്കണേ. അബ്രഹത്തിൽ വാക്കുകൾ വീണ്ടും മുഴങ്ങി. ജീവിച്ചിരിക്കയിൽ വചനം അനുസരിക്കാത്തവർ രക്ഷയെ പ്രാപിക്കില്ല. മരിച്ചവർ മടങ്ങി ചെന്നാലും അവർ വിശ്വസിക്കയില്ല. ഇന്നു നിൻ കാതുകളിൽ വചനം മുഴങ്ങുമ്പോൾ ഹൃദയം കഠിനമാക്കാതെ വരിക നീ വേഗം. ഇന്നാണല്ലോ രക്ഷാദിവസം. ഇന്നാണല്ലോ പ്രിയനേ സുപ്രസാദകാലം. നാളെ നീ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല മർത്യാ. ഈ നിമിഷം യേശുവിലേക്ക് വരിക നീ വേഗം. യേശു ക്രിസ്തുവിലേക്ക് വരിക നീ